ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിസ്മയങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതാണ് നമ്മുടെ സ്വന്തം ആധാർ. ആധാർ എന്നത് വെറും ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമല്ല, അതൊരു വലിയ സാങ്കേതിക വിദ്യയാണ്. ഇന്ത്യയിൽ ഇന്ന് 130 കോടിയിലധികം ആളുകൾക്ക് ആധാർ ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യ എന്താണെന്ന്? ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ റേഷൻ കടയിൽ പോകുന്നു. അവിടെയുള്ള ചെറിയ മെഷീനിൽ ശേഷം നിങ്ങളുടെ വിരൽ ആ മെഷീനിൽ വെക്കുന്നു. വെറും 2-3 സെക്കൻഡുകൾക്കുള്ളിൽ അത് നിങ്ങളാണെന്ന് ആ മെഷീൻ തിരിച്ചറിയുന്നു. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? 130 കോടി ആളുകളുടെ വിരലടയാളങ്ങൾ ഇന്ത്യയുടെ സെർവറിലുണ്ട്. ഈ വലിയ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ വിരലടയാളം മാത്രം ഇത്ര വേഗത്തിൽ എങ്ങനെ കണ്ടെത്തുന്നു? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആധാർ സംവിധാനത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് എൻറോൾമെന്റ് ആണ്, രണ്ടാമത്തേത് ഓതന്റിക്കേഷൻ ആണ്. ഈ 2 കാര്യങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഇവ രണ്ടും മനസ്സിലാക്കിയാൽ മാത്രമേ ആധാറിന്റെ യഥാർത്ഥ വേഗതയുടെ രഹസ്യം നമുക്ക് മനസ്സിലാകൂ. ആദ്യം നമുക്ക് എൻറോൾമെന്റ് എന്താണെന്ന് നോക്കാം. ഒരാൾ ആദ്യമായി ആധാർ എടുക്കാൻ പോകുന്ന പ്രക്രിയയാണിത്. അയാൾ തന്റെ പേരും വിലാസവും നൽകുന്നു. കൂടെ തന്റെ 10 വിരലുകളുടെ അടയാളവും നൽകുന്നു. കണ്ണിലെ കൃഷ്ണമണിയുടെ ചിത്രവും എടുക്കുന്നു. ഇതെല്ലാം കൂടെ ഒരു ഫയലായി മാറുന്നു. ഈ വിവരങ്ങൾ നേരെ കേന്ദ്ര സെർവറിലേക്ക് പോകുന്നു. UIDAI എന്ന സ്ഥാപനമാണ് ആധാർ നിയന്ത്രിക്കുന്നത്. അവരുടെ വലിയ സെർവറുകളെ CIDR എന്ന് വിളിക്കുന്നു. പുതിയതായി ലഭിച്ച വിവരങ്ങൾ അവിടെ വെച്ച് സൂക്ഷ്മമായി പരിശോധിക്കണം. ഇവിടെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഈ പുതിയ വ്യക്തി നേരത്തെ ആധാർ എടുത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. ഒരാൾക്കൊരു ആധാർ മാത്രമേ പാടുള്ളൂ. അതിനാൽ ഈ പുതിയ വിരലടയാളം മുൻപുള്ള 130 കോടി ആളുകളുടെ വിരലടയാളങ്ങളുമായി ഒത്തുനോക്കണം. ഇതിനെ ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നു. സാങ്കേതികമായി ഇതിനെ വൺ ടു മെനി മാച്ചിങ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരാളുടെ വിവരം കോടിക്കണക്കിന് വിവരങ്ങളുമായി ഒത്തുനോക്കുന്നു. സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ വർഷങ്ങളെടുക്കും. അതിനാൽ വളരെ വലിയ സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഓട്ടോമേറ്റഡ് ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ ABIS ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനായി വിദേശത്തും സ്വദേശത്തുമുള്ള പ്രമുഖ കമ്പനികളുടെ സഹായം സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് പോലെയുള്ള കമ്പനികൾ ഈ സംവിധാനം നിർമ്മിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അടുത്തിടെ ഈ പരിശോധന കൂടുതൽ വേഗത്തിലാക്കാൻ പുതിയ മാറ്റങ്ങൾ വരുത്തി. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിൽ ഉൾപ്പെടുത്തി. NVIDIA എന്ന പ്രമുഖ കമ്പനിയുടെ വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഓരോ പുതിയ ആധാർ അപേക്ഷ വരുമ്പോഴും സെർവറിൽ കോടിക്കണക്കിന് പരിശോധനകളാണ് നടക്കുന്നത്. IIT ഹൈദരാബാദ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് പുതിയ നിർമ്മിത ബുദ്ധി മോഡലുകൾ വികസിപ്പിച്ചത്. ഇതോടെ ഈ വലിയ പരിശോധന വളരെ വേഗത്തിൽ നടക്കുന്നു. പുതിയ ആളുകളുടെ വിരലടയാളം വേറെ ആരുടേതുമായും സാമ്യമില്ല എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ പുതിയ ആധാർ നമ്പർ നൽകുകയുള്ളൂ. വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാകുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രക്രിയയായ ഓതന്റിക്കേഷൻ നോക്കാം. ഇതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ബാങ്കുകളിലും ആശുപത്രികളിലും എല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച വേഗതയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ബാങ്കിൽ പോയി വിരൽ വെക്കുമ്പോൾ നിങ്ങളുടെ വിരലടയാളം 130 കോടി ആളുകളുടെ വിരലടയാളവുമായി ഒത്തുനോക്കുന്നില്ല. അവിടെ 1-to-1 മാച്ചിങ് ആണ് നടക്കുന്നത്, അഥവാ 1-1 എന്ന രീതിയിലുള്ള പരിശോധന. ഇതിന്റെ വഴി വളരെ ലളിതമാണ്. നിങ്ങൾ ആദ്യം നൽകുന്നത് നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ ആണ്. ബാങ്കിലെ മെഷീൻ ഈ നമ്പർ നേരെ കേന്ദ്ര സെർവറിലേക്ക് അയക്കുന്നു. ഈ 12 അക്ക നമ്പർ ഉള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. അതിനാൽ സെർവർ ആ നമ്പറുള്ള നിങ്ങളുടെ ഫയൽ മാത്രം തുറക്കുന്നു. അവിടെ ബാക്കി 130 കോടി ഫയലുകൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫയലിൽ നിങ്ങളുടെ വിരലടയാളം മുൻപേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മെഷീനിൽ വെച്ച പുതിയ വിരലടയാളം ഒരു രഹസ്യ കോഡായി സെർവറിൽ എത്തുന്നു. സെർവർ നിങ്ങളുടെ പഴയ വിരലടയാളവും ഈ പുതിയ വിരലടയാളവും തമ്മിൽ ഒത്തുനോക്കുന്നു. അവ രണ്ടും ഒന്നാണോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയാകും. ഇത് ചെയ്യാൻ കമ്പ്യൂട്ടറിന് ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഭാഗം മാത്രം മതി. രണ്ടും ഒന്നാണെങ്കിൽ അതെ എന്ന് സെർവർ മറുപടി നൽകുന്നു, അല്ലെങ്കിൽ അല്ല എന്ന് മറുപടി നൽകുന്നു. ഇതാണ് ആധാർ പരിശോധന സെക്കൻഡുകൾക്കുള്ളിൽ നടക്കാൻ പ്രധാന കാരണം. ഈ വേഗതയ്ക്ക് പിന്നിൽ മറ്റൊരു ശാസ്ത്രം കൂടിയുണ്ട്. നിങ്ങളുടെ വിരലടയാളം ഒരു ചിത്രമായിട്ടല്ല സെർവറിൽ സൂക്ഷിക്കുന്നത്. വിരലിലെ രേഖകളുടെ പ്രത്യേകതകൾ മാത്രം കമ്പ്യൂട്ടർ വേർതിരിച്ചെടുക്കുന്നു. വിരലിലെ വരകൾ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് കമ്പ്യൂട്ടർ നോക്കുന്നു. ഇതിനെ മൈനുഷായി പോയിന്റുകൾ എന്ന് വിളിക്കുന്നു. ഈ പോയിന്റുകളെ പിന്നീട് മാത്തമാറ്റിക്കൽ നമ്പറുകളാക്കി മാറ്റുന്നു. ഇതിനെ ഡിജിറ്റൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിന് ചിത്രങ്ങളെക്കാൾ വേഗത്തിൽ നമ്പറുകൾ വായിക്കാൻ കഴിയും. നിങ്ങൾ ഓരോ തവണ മെഷീനിൽ വിരൽ വെക്കുമ്പോഴും ആ വിരലടയാളത്തെ മെഷീൻ അപ്പോൾ തന്നെ നമ്പറുകളാക്കി മാറ്റുന്നു. സെർവറിലുള്ള പഴയ നമ്പറുകളും പുതിയ നമ്പറുകളും തമ്മിൽ ഒത്തുനോക്കാൻ വളരെ എളുപ്പമാണ്. ഇതും സമയം ഒരുപാട് ലാഭിക്കുന്നു. ഇത്രയും വലിയ വിവരങ്ങൾ സൂക്ഷിക്കാൻ വലിയ ഡാറ്റാ സെന്ററുകൾ ആവശ്യമാണ്. ഹെബ്ബാൾ, മനേസർ എന്നീ 2 സ്ഥലങ്ങളിലാണ് ആധാറിന്റെ പ്രധാന ഡാറ്റാ സെന്ററുകൾ ഉള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ആധാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും ഈ സിസ്റ്റം പണിമുടക്കാറില്ല. കാരണം ഡാറ്റ മുഴുവൻ ഒരു സ്ഥലത്തല്ല സൂക്ഷിച്ചിരിക്കുന്നത്. ഡാറ്റ പല ഭാഗങ്ങളായി തിരിച്ച് പല സെർവറുകളിലായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതിനെ ഡാറ്റ ഷാർഡിംഗ് എന്ന് വിളിക്കുന്നു.
ഇതുമൂലം ഒരു സെർവറിന് അമിതഭാരം ഉണ്ടാകുന്നില്ല. വിവരങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. സുരക്ഷയെക്കുറിച്ച് ജനങ്ങൾക്ക് എപ്പോഴും വലിയ ആശങ്ക ഉണ്ടാകാറുണ്ട്. എന്നാൽ ആധാർ വളരെ സുരക്ഷിതമായ ഒരു സംവിധാനമാണ്. നിങ്ങളുടെ വിരലടയാളം ആർക്കും ഇടയിൽ വെച്ച് മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾ മെഷീനിൽ വിരൽ വെക്കുമ്പോൾ തന്നെ അത് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് അത് വായിക്കാൻ കഴിയാത്ത ഒരു രഹസ്യ കോഡായി മാറുന്നു. ആ കോഡ് മാത്രമേ ഇന്റർനെറ്റ് വഴി സെർവറിലേക്ക് പോകുന്നുള്ളൂ. ഈ കോഡ് തുറക്കാനുള്ള താക്കോൽ കേന്ദ്ര സെർവറിൽ മാത്രമേ ഉള്ളൂ. ഇടയിൽ വെച്ച് ആരെങ്കിലും ഇത് ചോർത്തിയാലും അവർക്കൊന്നും മനസ്സിലാകില്ല. നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ആധാർ വേറെയും വഴികൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ആധാർ നമ്പർ എല്ലാവർക്കും കൊടുക്കാൻ താല്പര്യമില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് വെർച്വൽ ഐ ഡി ഉപയോഗിക്കാം. ഇതൊരു താൽക്കാലിക നമ്പറാണ്. ഇത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഓതന്റിക്കേഷൻ നടത്താം. നിങ്ങളുടെ യഥാർത്ഥ നമ്പർ സുരക്ഷിതമായിരിക്കും. ബാങ്കുകളിലും ഫോൺ കണക്ഷൻ എടുക്കാനും ഇപ്പോൾ ഈ KYC എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കടലാസുകൾ ഇല്ലാതെ തന്നെ നിങ്ങളുടെ വിലാസവും പേരും മറ്റു വിവരങ്ങളും ബാങ്കിന് ലഭിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇത് സഹായിക്കുന്നു. ഇവിടെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആധാർ സെർവർ നിങ്ങളുടെ മറ്റ് വിവരങ്ങൾ ഒന്നും ആർക്കും വിൽക്കുന്നില്ല. നിങ്ങൾ നൽകുന്ന വിരലടയാളം ശരിയാണോ എന്ന് മാത്രമാണ് സെർവർ നോക്കുന്നത്. ശരിയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ബാങ്കിന് നൽകാൻ സെർവർ നിങ്ങളിൽ നിന്ന് അനുവാദം ചോദിക്കുന്നു. നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു വിവരവും പുറത്തു പോകില്ല. ചില സാഹചര്യങ്ങളിൽ വിരലടയാളം ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ വിരലടയാളം മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കും അവരുടെ വിരലിലെ രേഖകൾ മാഞ്ഞു പോകുന്ന പ്രശ്നം വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് മറ്റു വഴികൾ ഉപയോഗിക്കാം. അവരുടെ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്ത് ആധാർ ഉറപ്പാക്കാം. കാലം മാറിയതിനനുസരിച്ച് ആധാറിലും പുതിയ മാറ്റങ്ങൾ വന്നു. അടുത്തിടെ മുഖം തിരിച്ചറിയുന്ന ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനവും ആധാർ തുടങ്ങി. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ മുഖം സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആധാർ ഉറപ്പിക്കാം. കൂടാതെ മൊബൈലിൽ വരുന്ന OTP ഉപയോഗിച്ചും ആധാർ പരിശോധിക്കാം. ഇതെല്ലാം ജനങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആധാർ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വളരെ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടായി. മുൻപ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇടനിലക്കാർ പലപ്പോഴും ഈ പണം തട്ടിയെടുത്തിരുന്നു. മരിച്ചുപോയ ആളുകളുടെ പേരിലും ഇല്ലാത്ത ആളുകളുടെ പേരിലും പലരും സർക്കാർ സഹായം കൈപ്പറ്റിയിരുന്നു. എന്നാൽ ആധാർ വന്നതോടെ ഈ വ്യാജ പേരുകളെല്ലാം ഇല്ലാതായി. സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങൾ ഇപ്പോൾ നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നു. ഇതിനെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നു. അർഹരായ ആളുകൾക്ക് കൃത്യമായി സഹായം ലഭിച്ചു തുടങ്ങി. ഇതുവഴി സർക്കാരിന് ആയിരക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ അഴിമതി വലിയ തോതിൽ കുറയ്ക്കാൻ ആധാർ സഹായിച്ചു. ഇന്ത്യയുടെ ഈ വലിയ നേട്ടത്തെ ലോകബാങ്ക് പോലും പലതവണ പ്രശംസിച്ചിട്ടുണ്ട്. പുതിയതായി ഒരാൾ ആധാർ എടുക്കാൻ വരുമ്പോൾ അയാൾ നൽകുന്ന രേഖകൾ യഥാർത്ഥമാണോ എന്ന് ഇപ്പോൾ വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഡിജി ലോക്കർ പോലെയുള്ള മറ്റ് സർക്കാർ സംവിധാനങ്ങളുമായി ആധാർ ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. രേഖകളിലെ അക്ഷരങ്ങളും വിവരങ്ങളും നിർമ്മിത ബുദ്ധി വഴി കമ്പ്യൂട്ടർ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നു. വ്യാജ രേഖകൾ നൽകി ആധാർ എടുക്കുന്നത് തടയാൻ ഈ സാങ്കേതിക വിദ്യ വലിയ പങ്കാണ് വഹിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആധാർ ഒരു വലിയ സാങ്കേതിക വിസ്മയമാണ്. 130 കോടി ആളുകളുടെ വിലപ്പെട്ട വിവരങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും ഇത്രയും വലിയൊരു സംവിധാനമില്ല. എന്നാൽ വളരെ കൃത്യതയോടെയും വേഗത്തിലും അത് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ നമ്മുടെ ആധാർ മാതൃക പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു വലിയ അടിത്തറയായി ആധാർ മാറിക്കഴിഞ്ഞു. വേഗതയും സുരക്ഷയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇതിന് കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമാണ്. സാങ്കേതിക വിദ്യ സാധാരണക്കാരുടെ ജീവിതം എത്രത്തോളം എളുപ്പമാക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ആധാർ.